ഞാൻ പറഞ്ഞതല്ലേ മാഡം, കാശിയുടെ മുന്നിൽ വെച്ച് അവളോട് വിലപേശാൻ നിൽക്കരുതെന്ന്. മാഡത്തിന് ഇത്തിരി ആവേശം കൂടിപ്പോയോന്നൊരു സംശയം ഡ്രൈവ് ചെയ്യുമ്പോൾ മഹേന്ദ്രൻ പറഞ്ഞു. എനിക്ക് സംയമനം പാലിക്കാൻ കഴിഞ്ഞില്ല. അതുപോലൊരു കാഴ്ചയാണ് കുളക്കടവിൽ ഞാൻ കണ്ടത്. അവളെ വെല്ലുവിളിച്ച രീതി എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഒന്നും കാണാതെ മാഡം അങ്ങനെ ഒരു വെല്ലുവിളി നടത്തില്ലെന്ന് എനിക്കറിയാം. എന്നോടെങ്കിലും പറയൂ, ആരെയാണ് പാർവതിക്കെതിരെ മാഡം അന്ന് കൊണ്ടുവരാൻ പോകുന്നത്? രേവതി വർമ്മയാണോ? നോ. അന്നത്തെ ഫംഗ്ഷൻ അവൾ മസ്റ്റായിട്ടും കാണും. ആ ഫംഗ്ഷനിലെ ചീഫ് ഗസ്റ്റ് ആയിരിക്കും രേവതി. അപ്പോഴും മാഡം സസ്പെൻസ് പൊളിക്കുകയില്ലെന്ന വാശിയിലാണല്ലേ? മഹേന്ദ്രൻ ചോദിച്ചു. ഇനി 4 ദിവസം കൂടിയല്ലേ ഉള്ളൂ മഹേന്ദ്ര, വേവോളം കാത്തില്ലേ? ആറോളം കാക്ക്, അനസൂയ പറഞ്ഞു. ഓഫീസ് മുറിയിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ടൈപ്പ് ചെയ്യുകയായിരുന്ന അനസൂയ അപ്പോൾ കാശി അവിടേക്ക് കയറി വന്നു. എന്താ? ലാപ്പിൽ നിന്ന് മുഖമുയർത്തി അവർ മകനെ നോക്കി. എനിക്ക് ചില കാര്യങ്ങളിൽ ഇപ്പോഴും ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല, അതൊന്ന് ക്ലിയർ ചെയ്യാനാ വന്നത്. അവൻ കസേര നീക്കിയിട്ടിരുന്നു. നീ ചോദിക്കേ. അവർ ലാപ്പ് ഓഫ് ചെയ്തിട്ട് അത് മടക്കി വെച്ചു. പാർവതിക്കൊപ്പം നൃത്തം ചെയ്യാൻ പോകുന്നത് ആരാണെന്ന് അമ്മ പറയണ്ട, പക്ഷേ മത്സരം വിലയിരുത്താൻ കഴിയുന്ന ഒരാൾ വേണം, ഐ മീൻ ജഡ്ജ്. അതാരാണെന്ന് അമ്മ പറഞ്ഞേ തീരൂ. അത്രേ ഉള്ളോ? ഞാൻ കരുതി മറ്റെന്തോ കാര്യമാണെന്ന്. അന്നത്തെ മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിക്കുന്നത് രേവതിയായിരിക്കും. അവളേക്കാൾ യോഗ്യതയുള്ള മറ്റാരുമില്ല. അത് കേട്ടപ്പോൾ കാശിക്ക് ചെറിയൊരു സമാധാനം തോന്നി. ഏതായാലും അന്ന് പാർവതിക്കൊപ്പം മത്സരിക്കാൻ പോകുന്നത് രേവതി മാഡമല്ല, പക്ഷേ അവർ അമ്മയുടെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ വിധി നിർണയത്തിൽ അഴിമതി നടക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? രേവതി മാഡമാണ് ആ മത്സരത്തിന്റെ വിധികർത്താവെങ്കിൽ അവർ അമ്മയ്ക്ക് അനുകൂലമായി വിധി പറയില്ലെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കും? അവൻ ചോദിച്ചു. ഇല്ല, വിധിയിൽ യാതൊരു കറപ്ഷനും ഉണ്ടാവില്ല. ഒരാളും രണ്ടുപേരും അല്ലല്ലോ അന്നത്തെ ഫംഗ്ഷന് പങ്കെടുക്കുക. കാണുന്നവർ ആരും പൊട്ടന്മാരല്ല. എങ്കിലും നൃത്തത്തെക്കുറിച്ച് ആധികാരികമായി അറിയുന്നവർ എത്ര പേരുണ്ടാവും ആ കൂട്ടത്തിൽ? നിനക്ക് അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ പറയുക. ഓഡിയൻസിന്റെ കൂട്ടത്തിൽ നീയും ഉണ്ടാവുമല്ലോ. പാർവതിയുടെ പ്രകടനമാണ് മികച്ചതെന്ന് തോന്നിയാൽ അത് ഓപ്പണായി പറയണം. മറിച്ചാണെങ്കിൽ അങ്ങനെ. നിന്റെയും രേവതിയുടെയും തോന്നലുകൾ സിമിലറായാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. നീ ഇപ്പോൾ പോകാൻ നോക്ക്, എനിക്ക് 1-2 മെയിൽ അയക്കാനുണ്ട്, അവർ പറഞ്ഞു. രാത്രിയിൽ പാർവതിയെ വിളിച്ചപ്പോൾ അവൾ ഡാൻസ് പ്രാക്ടീസിലായിരുന്നു. ഫോൺ എടുക്കുമ്പോൾ അവൾ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. ഹലോ. എന്തു പറ്റി പാറു? അവൻ ചോദിച്ചു. ഞാൻ പ്രാക്ടീസിലായിരുന്നു. പെൻഡ്രൈവ് കിട്ടിയോ? ആ മഹേന്ദ്രൻ കൊണ്ടു തന്നു. എന്നിട്ട്? അവൻ ആകാംക്ഷയോട് ചോദിച്ചു. ആകെ 3 പാട്ടുകളേ ഉള്ളൂ, വലിയ പ്രശ്നമില്ല. ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം, നിന്റെ എതിരാളി രേവതി വർമ്മയല്ല. ആര് പറഞ്ഞു? അമ്മ തന്നെ. അവർ ഈ കോമ്പറ്റീഷന്റെ വിധികർത്താവാണ്. അപ്പോൾ എനിക്കൊപ്പം ചിലങ്ക കെട്ടുന്നത് അവരുടെ മകളായിരിക്കും, ഗൗരി മാധവൻ. അതിനാണ് ചാൻസ് കൂടുതൽ. അത് പറഞ്ഞിട്ടില്ല, ഞാനൊട്ട് ചോദിച്ചതുമില്ല. നീ ഫോൺ വെച്ചോ. കാര്യം പറഞ്ഞു നിന്നാൽ സമയം പോകും. ഇന്നും കൂടി കുട്ടി വെറും 4 ദിവസമാണ് എനിക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് ഹാർഡ് വർക്ക് വേണ്ടി വരും. പ്രാക്ടീസൊന്നും പറഞ്ഞ് ഉറക്കമൊഴിക്കാനൊന്നും നിൽക്കണ്ട. സമയത്ത് തന്നെ ഉറങ്ങണം. ഇല്ല കാശി, ഇനിയുള്ള 4 ദിവസവും എനിക്ക് രാവും പകലും തുല്യമാണ്. ഞാനൊന്ന് തളർന്നാൽ കൊഴിഞ്ഞു വീഴുന്നത് വിടരും മുമ്പേ നമ്മൾ കണ്ട സ്വപ്നങ്ങളാവും. അത് പാടില്ല. ഈ മത്സരത്തിൽ ഞാൻ ജയിച്ചാൽ അത് നമ്മുടെ രണ്ടുപേരുടെയും ജയമാണ്. ഗുഡ് നൈറ്റ്. അവൾ ഫോൺ വെച്ചു. ആട്ടുകട്ടിലിനടുത്തുള്ള ഘടികാരമണി 12 അടിച്ചപ്പോഴും അവൾ പ്രാക്ടീസ് നിർത്തിയിരുന്നില്ല. ജയിക്കണമെന്ന വാശിയായിരുന്നു മനസ്സ് നിറയെ. ബുധനാഴ്ചയ്ക്ക് ഇപ്പുറം തന്നെ കാണാൻ ആരും വരരുതെന്ന് അവൾ കാശിയോടും അവളുടെ കൂട്ടുകാരോടും പറഞ്ഞിരുന്നു. കാരണം നൃത്തം അതീവ ശ്രദ്ധ വേണ്ടുന്ന ഒന്നാണ്. ഒരു നിമിഷം മനസ്സൊന്ന് വ്യതിചലിച്ചാൽ താളം പിഴച്ചു പോകും. ചൊവ്വാഴ്ച തന്നെ ഇവന്റ് മാനേജ്മെന്റുകാർ വന്ന് പാർട്ടിക്കുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു. പൂന്തോട്ടത്തിനടുത്തായിട്ടാണ് സ്റ്റേജ് ഒരുക്കിയത്. ജീവിതത്തിൽ ആദ്യമായി പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്നതിന്റെ സന്തോഷമൊന്നും കാശിക്കുണ്ടായിരുന്നില്ല. ഉള്ളിൽ നിറയെ തീയായിരുന്നു. പാർവതി തോറ്റാൽ അവസാനിക്കുന്നത് തന്റെ മോഹങ്ങളാണ്. അങ്ങനെയൊന്ന് സംഭവിക്കരുതേ എന്ന് അവൻ തീവ്രമായി ആഗ്രഹിച്ചു. നമ്മൾ എന്തെങ്കിലും ഒന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് നേടാൻ ലോകം മുഴുവൻ കൂടെ നിൽക്കുമെന്ന് അവൻ കേട്ടിട്ടുണ്ട്. പ്രാർത്ഥനയിൽ വിശ്വസിക്കാത്തവന് ആകെ ആശ്വാസം അത് മാത്രമായിരുന്നു. ആരാവും പതിയെ മാഞ്ഞു. പിറ്റേന്ന് ഉച്ചയോടെ ചെത്തല്ലൂരിൽ നിന്ന് എല്ലാവരും വന്നു. ഗഗൻ അവന്റെ അടുത്ത് ബെഡിലായിട്ടിരുന്നു. അന്നത്തെ പോലെ നിന്റെ ബർത്ത്ഡേ പാർട്ടി ഇന്ന് കുളമാകത്തില്ലല്ലോ എന്നോർത്ത് സമാധാനിക്കാം. ഇത് അപ്പച്ചി നേരിട്ട് നടത്തുന്ന ഫംഗ്ഷൻ അല്ലേ, അവൾ പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാ, പക്ഷേ എൻ്റെ മനസ്സാകെ കലുഷിതമാണ്. എനിക്കറിയില്ല ഇന്നത്തോടെ ഞാനും പാറവും തമ്മിൽ അടുക്കുമോ അതോ അകലുമോ എന്ന്. ഇപ്പൊ തോന്നുന്നു ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന്, പാറുവിനെ കാണേണ്ടിയിരുന്നില്ല. ഇനിയിപ്പോൾ മായ്ച്ചാലും മായാത്ത ഒരു രൂപമായി അവൾ മനസ്സിൽ പതിഞ്ഞുപോയി. അവൻ തലകുടഞ്ഞു.
ഒന്നും സംഭവിക്കില്ല കാശി. പാർവതിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ബി പോസിറ്റീവ്. അവളേക്കാൾ ഒരു നല്ല ഡാൻസറെയാണ് അമ്മ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നതെങ്കിലോ? ഉറപ്പായും. പക്ഷേ വരുന്നയാൾ അയാൾ കൈനീട്ടി വാങ്ങിയ പണത്തോടുള്ള ആത്മാർത്ഥത കാണിക്കുമ്പോൾ പാർവതി അവളുടെ പ്രണയം നേടിയെടുക്കാനുള്ള അവസാന ശ്രമമായിട്ടാവും ഇതിനെ കാണുക. അപ്പോൾ ഷുവറായിട്ടും പ്രണയമല്ലേ വിജയിക്കൂ. നീ സമാധാനമായിട്ടിരിക്കെ. അവളവനെ ആശ്വസിപ്പിച്ചു. വൈകുന്നേരത്തോടെ പ്രജാപതി ഗ്രൂപ്പിലെ എംപ്ലോയീസ് ഓരോരുത്തരായിട്ട് എത്തിത്തുടങ്ങി. ഉച്ച കഴിഞ്ഞ് സ്ഥാപനങ്ങൾക്കെല്ലാം അവധിയായിരുന്നു. അവരെയൊക്കെ സ്വീകരിക്കാൻ അനന്തനും ചിത്രയും ശാരദയും മുന്നിൽ തന്നെ നിന്നു. അനസൂയ എങ്ങോട്ടാ പോയെ? കുറച്ചു നേരമായല്ലോ കണ്ടിട്ട്. ശാരദയ്ക്ക് സുചിത്രയോട് ചോദിച്ചു. ജെയിംസ് വന്ന് വിളിക്കുന്നത് കണ്ടു. എന്തെങ്കിലും അത്യാവശ്യം വന്ന് കാണും, അവർ പറഞ്ഞു. അപ്പോൾ വലിയൊരു ആഡംബര കാറിൽ രേവതി വർമ്മയും ഗൗരിമാധവനും വന്നിറങ്ങി. അവരെ കണ്ടതും അതുവരെ ഒരു പണിയുമില്ലാതെ നിന്ന ക്യാമറാമാൻമാർ അവരുടെ പിറകെ കൂടി. ചിലർ അവർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ തിരക്കുകൂട്ടി. മഹേന്ദ്രനും ടീമും ഇടപെട്ടാണ് അവരെ സുരക്ഷിതമായി അകത്തേക്ക് കൊണ്ടുപോയത്. അനസൂയ എവിടെ? കണ്ടില്ല, അവർ മഹേന്ദ്രനോട് ചോദിച്ചു. മാഡം ഇപ്പോൾ വരും, അതുവരെ രണ്ടാൾക്കും ഇവിടെ വിശ്രമിക്കാം, അയാൾ പറഞ്ഞു. ആ സമയം കാശി ഫംഗ്ഷന് വേണ്ടി തയ്യാറാകുകയായിരുന്നു. സാധാരണ ഔട്ട്ഫിറ്റിൽ തന്നെയാണവൻ ഒരുങ്ങിയത്. ആ സമയത്ത് അശ്വിൻ്റെ കോൾ വന്നു. ആ അച്ചു, അവൾ റെഡിയായോ? കാശി ചോദിച്ചു. ഞങ്ങൾ അരമണിക്കൂറിനുള്ളിൽ അങ്ങ് വരും. നീ റെഡിയായോ? എങ്കി വാ. ഇവിടെ ഒരുമാതിരി എല്ലാവരും എത്തിയിട്ടുണ്ട്, അവൻ പറഞ്ഞു. പറഞ്ഞതുപോലെ അവർ സന്ധ്യക്ക് മുന്നേ എത്തി. ശ്യാമിൻ്റെ കാറിലാണ് അവർ വന്നത്. സ്റ്റേജിൻ്റെ പിന്നിൽ കാർ നിർത്തി അവർ അവളെ അധികം ആരുടെയും കണ്ണിൽപ്പെടാതെ സ്റ്റേജിനോട് ചേർന്ന് താൽക്കാലികമായി നിർമ്മിച്ച വിശ്രമമുറിയിൽ അവളെ എത്തിച്ചു. എന്നിട്ട് ശ്യാമും അശ്വിനും അതിഥികളിരിക്കുന്ന ഭാഗത്തേക്ക് പോയി. സ്വാതി പാർവതിക്ക് കൂട്ടായി അവിടെ തന്നെ നിന്നു. അവൾ നല്ല ടെൻഷനിലായിരുന്നു. ഇപ്പോഴും അറിയില്ല ആരാണ് തനിക്കെതിരെ മത്സരിക്കുന്നതെന്ന്. വിശ്രമമുറിയിൽ വേറെ ആരുമില്ല താനും. കാശി താഴേക്കിറങ്ങി വരുമ്പോൾ കണ്ടു ഹാളിലിരിക്കുന്ന രേവതി വർമ്മയെയും മകളെയും. അവനൊന്ന് ചിരിച്ചെന്ന് വരുത്തി. എന്നിട്ട് അവരുടെ അടുത്തേക്ക് വന്നു. ആൻറ്റി, ഒരുപാട് സമയമായോ വന്നിട്ട്? അവൻ ചോദിച്ചു. ആ, ഒരു 15 മിനിറ്റ്. അനസൂയ ഏതോ ഡാൻസറെ കൊണ്ടുവരാനായി പോയിട്ടുണ്ട്. അവരെ കാത്തിരിക്കുകയാണ് ഞാൻ. രേവതി ചിരിച്ചു. ഓ, അപ്പോൾ ആൻറ്റിയുടെ മകളല്ല മത്സരിക്കുന്നത്? അവൻ ഗൗരിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അല്ല. അങ്ങനാണെന്ന് അനസൂയ പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ ഞാനങ്ങനെ വിചാരിച്ചു. എനിക്ക് ആൻറ്റിയോടൊരു റിക്വസ്റ്റ് ഉണ്ട്. പാറ നല്ല ഡാൻസറാണ്. ആ കഴിവിൻ്റെ മാനദണ്ഡത്തിലാണ് ഇന്നെൻ്റെ ജീവിതം. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതൊന്നും അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവളെ മനഃപൂർവ്വം അവഗണിക്കരുത് ആൻറ്റി. സത്യസന്ധമായി വിധി പറയണം, അവൻ യാചിക്കും പോലെ പറഞ്ഞു. ഇതെന്താ വല്ല ചാനലിലോ മറ്റോ നടക്കുന്ന പരിപാടിയാണോ? നിന്റെ അമ്മ വാശിക്കാരിയാണ്, എനിക്കറിയാം. എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഞാൻ ചോദിക്കാം. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഇന്നിവിടെ ഒരു ഡാൻസ് മത്സരം നടക്കും, വിജയിയെ നീ സെലക്ട് ചെയ്യണമെന്ന്. വല്ലതും അങ്ങോട്ട് പറയും മുമ്പ് അവൾ ഫോൺ വെച്ചിട്ട് പോയി. ഏതായാലും നൃത്തമല്ലേ, കാണാം. നന്നായി ചെയ്യുന്നയാളെ അനുമോദിക്കുകയും ചെയ്യാം, അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ കാശിക്ക് പകുതി സമാധാനം തോന്നി. നേരം ഇരുട്ടാൻ തുടങ്ങിയപ്പോൾ വിവിധ വർണ്ണങ്ങളിലുള്ള ബൾബുകൾ കത്താൻ തുടങ്ങി. സ്റ്റേജിന് മുന്നിൽ 2 നിരയായി കസേരകളിട്ടു. ഏറ്റവും മുന്നിൽ തന്നെ രേവതിക്കും മകൾക്കും ഇരിപ്പിടം ഒരുക്കി. അതിൻ്റെ എതിർവശത്തായി കാശിയും ഇരുന്നു. തൊട്ടടുത്ത് ശ്യാമും അശ്വിനുമുണ്ട്. വന്നവർ ഓരോരുത്തരായി സ്റ്റേജിന് മുന്നിലെ കസേരയിൽ ആസനസ്ഥരാവാൻ തുടങ്ങി. അപ്പോൾ സ്റ്റേജിലെ യവനികയ്ക്ക് പിന്നിൽ നിന്ന് ജെയിംസിൻ്റെ സ്വരമുയർന്നു. സാമജവരഗമന എന്ന മനോഹരമായ കൃതിക്കൊപ്പം ചുവടുകൾ വെക്കാൻ, ഈ പിറന്നാൾ സന്ധ്യ സുന്ദരമാക്കാൻ ആ അനുഗ്രഹീത നർത്തകിമാരെ നമുക്ക് ക്ഷണിക്കാം. അത് കേട്ടതും അത്ഭുതം കൂറുന്ന നയനങ്ങളോടെ, ചുണ്ടിൽ ചില മർമ്മരങ്ങളോടെ സദസ്സ് ആവേശത്തോടെ കരഘോഷം മുഴക്കി. അമ്മയോ? കാശിക്ക് തലയിൽ ആരോ കുടത്തിനടിച്ചതുപോലെയാണ് തോന്നിയത്. ഡാ, നിന്റെ അമ്മ ഡാൻസറാണോ? ശ്യാം ചോദിച്ചു. ആ, എനിക്കറിയില്ല, അവൻ അമ്പരപ്പ് മാറാത്ത ശബ്ദത്തിൽ പറഞ്ഞു. സ്റ്റേജിന് മുന്നിലെ കർട്ടൻ ഉയർന്നു. വേദിയിൽ 2 നർത്തകിമാർ എതിരെ നിൽക്കുന്നത് അനസൂയയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ വല്ലാത്തൊരു അങ്കലാപ്പായിരുന്നു പാർവതിക്ക്. അനസൂയയുടെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരിയും. വർഷങ്ങൾക്ക് ശേഷം അവരെ ആ വേഷത്തിൽ കണ്ടപ്പോൾ അനന്തവും ശാരദക്കും മറ്റും അടുത്ത ബന്ധുക്കൾക്കും അതിശയമായിരുന്നു. ദേവന്റെ മരണശേഷം അവർ ഒരിക്കലും ചിലങ്ക അണിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അനസൂയയെ വീണ്ടും ആ വേഷത്തിൽ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു. പങ്കെടുത്ത വേദികളിലെല്ലാം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചവൾ, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് കലാതിലകമായിരുന്നവൾ. എന്നാൽ അനസൂയയെക്കുറിച്ച് ഒന്നും അറിയാത്ത പാർവതിക്ക് ഇപ്പോഴും നെഞ്ചിടിപ്പ് മാറിയിട്ടില്ല. 10 മിനിറ്റ് മുമ്പ് വിശ്രമമുറിയിലേക്ക് കയറി വന്ന നർത്തകിയെ കണ്ട് ഞെട്ടിനിന്ന അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അവൾ ഇപ്പോഴും. മുടിയിലെ കുഞ്ചലമൊന്നുകൂടി ശരിയാക്കിയിടുകയായിരുന്നു സ്വാതി. അപ്പോഴാണ് അനസൂയ അവിടേക്ക് കയറി വന്നത്. കൂടെ ജെയിംസുമുണ്ട്.
അവരെ കണ്ടതും ഞെട്ടലോടെ അവൾ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റുപോയി. മുന്നിൽ ചമയങ്ങളുമായി അനസൂയ. തനിക്കൊപ്പം ആടാൻ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഡാൻസറെ പ്രതീക്ഷിച്ചിരുന്ന പാർവതി അവരെ കണ്ടതും ശിലകണക്കെ മരവിച്ചു നിന്നുപോയി. അവളുടെ മുഖത്തെ ഭാവം കണ്ടവർ ചിരിച്ചു. എന്താ പാർവതി, നീ ഞെട്ടിപ്പോയോ? ഞെട്ടണ്ട, ഈ ഞാൻ തന്നെയാണ് നിനക്കൊപ്പം ഇവിടെ ചിലങ്ക കൊട്ടി ആടുന്നത്, അവർ പറഞ്ഞു. അപ്പോഴും തൊണ്ടയിലെ ഉമിനീർ വറ്റിയ നിലയിൽ തന്നെയായിരുന്നു പാർവതി. സ്വാതിയും പകച്ചു നിൽക്കുകയാണ്. കുട്ടിക്ക് ഇപ്പോഴും ഒന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. മുഖം കണ്ടില്ലേ, ഇഞ്ചി കടിച്ചതുപോലെ, ജെയിംസ് ചിരിച്ചു. എന്നെ കണ്ടപ്പോൾ ഇതാണ് നിന്റെ അവസ്ഥയെങ്കിൽ മത്സരം കഴിയുമ്പോൾ ഒരു തുള്ളി ചോര ആ മുഖത്തുണ്ടാവില്ലല്ലോ പാർവതി. അതോ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല, തോറ്റാലും ജയിച്ചാലും ഞാൻ മത്സരിക്കും, ആത്മസംയമനം വീണ്ടെടുത്തവൾ പറഞ്ഞു. ജെയിംസ് അനൗൺസ്മെന്റ് നടത്താൻ സ്റ്റേജിലേക്ക് പോയി. അനൗൺസ്മെന്റ് നടന്നു കഴിഞ്ഞതും അനസൂയയും പാർവതിയും വേദിയിലേക്ക് നടന്നു. അവർ അത്ര നിസ്സാരക്കാരി ആയിരിക്കത്തില്ലെന്ന് അവൾക്ക് തോന്നി. പാട്ടിനൊത്തവർ ചുവടുകൾ വെക്കാൻ തുടങ്ങി. സമജവരഗമന. ബോംബെ ജയശ്രീയുടെ ശബ്ദം അവിടെയാകെ മാറ്റൊലി കൊണ്ടു. ഓരോ ചുവടും മുദ്രയും രേവതി കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു. പാർവതിയുടെയും അനസൂയയുടെയും പ്രകടനം കണ്ടുകണ്ടിരിക്കെ അവരുടെ മാത്രമല്ല, അവരുടെ മകൾ ഗൗരിയുടെയും മുഖത്ത് അത്ഭുതം വിരിഞ്ഞു. അനസൂയ ആൻറ്റി എന്ത് മനോഹരമായിട്ടാണ് കളിക്കുന്നത്, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല, ഗൗരി ആരാധനയോടെ പറഞ്ഞു. പണ്ട് എനിക്കൊക്കെ വലിയ ഭീഷണിയായിരുന്നു അനസൂയ. ദേവൻ സാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവളിന്ന് ലോകമറിയുന്ന ഒരു ഡാൻസർ ആയേനെ. അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും നടന്നില്ല. അദ്ദേഹം വിട്ടുപോയപ്പോൾ ബിസിനസ് എല്ലാം അവളുടെ മാത്രം ഉത്തരവാദിത്തമായി. പിന്നെ എവിടെയാ ഇതിനൊക്കെ സമയം? രേവതിയുടെ സ്വരത്തിൽ നിറയെ അനസൂയയോടുള്ള ബഹുമാനമായിരുന്നു. എംപ്ലോയീസിൽ ഒരാൾക്ക് പോലും അവർക്ക് നൃത്തം പഠിച്ചിട്ടുണ്ടെന്ന വസ്തുത അറിയില്ലായിരുന്നു. പക്ഷേ അവരാടിത്തുടങ്ങിയപ്പോൾ പലരുടെയും കണ്ണു തള്ളി. കർക്കശക്കാരിയായ അനസൂയയെ മാത്രമേ അവരെല്ലാം ഇതുവരെ കണ്ടിട്ടുള്ളൂ. മാഡം, നമ്മൾ വിചാരിച്ചതുപോലെയല്ല, എന്തൊരു വഴക്കമാണ്, ഫിനാൻസിലെ ചീഫ് അക്കൗണ്ടന്റ് ഷീല തൊട്ടടുത്തിരുന്ന മായയോട് പറഞ്ഞു. അതെ, ആ പെങ്കൊച്ചിനോട് മത്സരിക്കാൻ സ്റ്റേജിൽ കയറി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി മാഡത്തിന് വട്ടാണെന്ന്. ഇപ്പോഴല്ല മനസ്സിലായത് ചുമ്മാ കയറി നിന്നതല്ലെന്ന്, മായ പറഞ്ഞു. അവരുടെ സംസാരം അടുത്തിരുന്ന് ശ്രവിച്ച ഗഗനക്കും ആദ്യം അതേ തോന്നലായിരുന്നു. ഇപ്പോഴെല്ലാം മാറിക്കിട്ടി. എന്നാൽ എൻ്റെ അപ്പച്ചി ഇത്രക്കൊക്കെ കയ്യിലുണ്ടായിരുന്നോ? അവൾ വെറുതെ ആത്മകഥ നടത്തി. ഇവരിലിനി ആര് ജയിക്കുമെന്ന് മാത്രമാണ് അറിയേണ്ടത്. അമ്മയുടെ സ്നേഹവും കാമുകിയുടെ പ്രണയവും തമ്മിൽ മത്സരിച്ചാൽ പലപ്പോഴും വിജയം അമ്മക്കായിരിക്കും. പാർവതി തകർത്താടുമെന്ന് കാശിക്കറിയാം. പക്ഷെ അമ്മയുടെ പ്രകടനം അവനെ കുറച്ചൊന്നുമല്ല അമ്പരപ്പിച്ചത്. അവർ പലപ്പോഴും അവളെ കടത്തിവെട്ടുന്നത് അവൻ ആശങ്കയോടെ നോക്കിയിരുന്നു. ഇവരിൽ ആര് ജയിച്ചാലും തനിക്ക് അഭിമാനമേ ഉള്ളൂ. എന്നാലും പാർവതിക്ക് അവരെ മറികടക്കാൻ കഴിയണമേ എന്ന് അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കാലങ്ങൾക്കിപ്പുറം ആദ്യമായി അവൻ ദൈവത്തെ വിളിച്ചു. അത് അമ്മ തോൽക്കുന്നത് കാണാനുള്ള കൊതി കൊണ്ടല്ല, തൻ്റെ പ്രണയം നേടാനുള്ള ആഗ്രഹം കൊണ്ട്. പക്ഷേ ആദ്യത്തെ പ്രകടനം തീർന്നപ്പോൾ കൂടി നിന്നവരിൽ ഒരാളുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി ആനന്ദാശ്രു പൊഴിഞ്ഞു. വേറാരുമല്ല, ശാരദയുടെ കണ്ണിൽ നിന്നാണ് നീർ പൊഴിഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം ചിലങ്കയണിഞ്ഞു നിൽക്കുന്ന മകളെ കണ്ടപ്പോൾ അവരുടെ ഉള്ളം നിറഞ്ഞു തുളുമ്പി. എൻ്റെ മോള് അസലായിട്ട് കളിച്ചു അല്ലേ? അടുത്തിരുന്ന സുചിത്രയുടെ മേലിൽ കൈത്തലം അമർത്തിക്കൊണ്ടവർ ചോദിച്ചു. പിന്നെ ആ പാർവതി വീർത്തു പോയില്ലേ? സുചിത്ര പറഞ്ഞു. ആ സമയം വിശ്രമമുറിയിൽ ചെന്ന് അവിടെയിരുന്ന ബോട്ടിൽ പാർവതി വായിലേക്ക് കമഴ്ത്തി. ഇങ്ങനെയൊരടി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പാറു, സ്വാതി വിളിച്ചു. പാർവതി ബോട്ടിൽ അടച്ചുകൊണ്ട് അവളെ നോക്കി. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇത്. ആദ്യത്തെ റൗണ്ട് അവർ വിൻ ചെയ്തു, അതും ഈസിയായി. ഇനി 2 പാട്ട് കൂടി, അവൾ പറഞ്ഞുകൊണ്ട് ഒന്ന് കിതച്ചു. ടെൻഷൻ ആവാതെ പാർവതി, ഇനിയും 2 പാട്ട് കൂടിയുണ്ടല്ലോ. അനസൂയയുടെ ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി. അവരുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു.